ഈ ലോക ജീവിതത്തിലെ മഹിമയെ തേടാതെ ഒരു വ്യക്തിയായിരുന്നു കൊച്ചുത്രേസ്യ. അവളുടെ ആധ്യാത്മിക ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാനവും ഇതാണ്. അവളുടെ തന്നെ വാക്കുകളിൽ ശിശുഹൃദയം ആവശ്യപ്പെടുന്നത് ധനവും മഹിമയും ഒന്നുമല്ല. മഹിമയെന്ന് പറയുന്നത് ശ്രേഷ്ഠ സഹോദരിയായ മാലാഖമാരുടെയും പുണ്യവാന്മാരുടെയും വകയാണ്. ശിശുവിനറിയാം. അമ്മയുടെ മുഖത്ത് പ്രസാദിക്കുന്ന മഹിമയുടെ പ്രതിബിംബമാണ് ശിശുവിൻ്റെ മഹിമ. സ്നേഹമാണ് ശിശു ആവശ്യപ്പെടുന്നത്. കൊച്ചുത്രേസ്യയുടെ ജീവിതം സദാ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു. കർത്താവിനെ മാത്രം തൃപ്തിപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചു. എനിക്കിനി കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. സ്നേഹിക്കണമെങ്കിൽ മാത്രം യേശുവിൻ്റെ ഭോഷത്വം വരെയും സ്നേഹിക്കണം. ബാലിശമായ അഭിലാഷങ്ങളെ എല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഉണ്ണിയേശുവിൻ്റെ പീഠത്തിങ്കിൽ പൂക്കൾ വിതറുന്നത് എനിക്കിഷ്ടമാണെന്നതിൽ സംശയമില്ല. അവൾ തൻ്റെ പ്രിയപ്പെട്ട സെലിൻചേച്ചിയാകുന്ന പൂവ്, എനിക്ക് അഭികാമ്യമാവുന്ന ആ പൂവ് കിട്ടിയ ശേഷം വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഏറ്റവും മനോഹര മഞ്ജരിയായി അവിടത്തേക്ക് ഞാൻ സമർപ്പിക്കുന്നത് അതിനെയാണ്. സഹനമോ മരണമോ ഒന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇവ രണ്ടും എനിക്കിഷ്ടമാണെങ്കിലും സ്നേഹം മാത്രമാണ് എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.